അനുപം പരുക്കുകൾ സാരമല്ല. ചെറിയ രീതിയിലുള്ള കല്ലുകളൊക്കെ തന്നെ അല്ലെങ്കിൽ കമ്പുകളൊക്കെ തന്നെ വന്ന് കാലിലൊക്കെ വീഴുന്ന പരുക്കുകളാണ്. മറ്റു മുറിവുകളോ ഈ തല സാധാരണ നമുക്കറിയാം ഈ സമരരംഗത്ത് തലകളൊക്കെ പൊട്ടി രക്തമൊലിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും പോലീസുകാരുടെ കാലുകളിൽ ഉൾപ്പെടെ കല്ലേറുണ്ടായിട്ടുണ്ട്. അവർക്ക് വേണ്ടത്ര ഷീൽഡും മറ്റ് ആയുധങ്ങളൊക്കെ തന്നെ ഉണ്ട്, പ്രതിരോധ വസ്തുക്കളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും ഇവരുടെ ദേഹത്തേക്ക് കല്ല് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. SFI KSU പ്രവർത്തകരുടെ നേരെയും ഈ കല്ലേറുണ്ടായി. പരസ്പരമുള്ള കല്ലേറിൽ പരുക്ക് പറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും സാരമായിട്ടുള്ള പരുക്കല്ല, ഇവരെ ആശുപത്രിയിലേക്ക് തന്നെ മാറ്റേണ്ടുന്ന ഒരു ആവശ്യവും വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും വലിയൊരു യുദ്ധ സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം അത് തന്നെയാണ്. 1 മണിക്കൂർ കൊണ്ട് ഈ പാളയം ഈ കണ്ണുമേര മാർക്കറ്റിന് തൊട്ട് മുൻവശം പാളയം ക്രിസ്ത്യൻ പള്ളിക്കും മുസ്ലിം പള്ളിക്കും അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ ഉണ്ടായത്. എന്തായാലും പോലീസ് കൃത്യമായി ഇടപെട്ടു. DCP ആണ് ആദ്യം എത്തിയത്. അതിനുശേഷം സിറ്റി പോലീസ് കമ്മീഷണർ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും MV ജയരാജൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി, A റഹീം MP ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. SFI പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു. KSU പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ എത്തി പിന്തിരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. എന്തായാലും പോലീസ് ഇപ്പോഴും തമ്പടിച്ചിട്ടുണ്ട്, നിലയുറപ്പിച്ചിട്ടുണ്ട്. SFIക്ക് വലിയ വിജയം നേടാനായി. ഒപ്പം ഈ SFIയുടെ കയ്യിലുണ്ടായിരുന്ന 3ഓളം സീറ്റുകൾ KSU പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇതിലെ ആഹ്ലാദ പ്രകടനമാണ് 2 കൂട്ടരും നടത്തിയത്. ആഹ്ലാദ പ്രകടനത്തിനിടയിൽ ഈ ഫ്ലക്സ് ബോർഡുകളൊക്കെ തന്നെ നശിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് പരസ്പരം പോർവിളികൾ മുഴക്കുകയും മുദ്രാവാക്യം വിളികൾ മുഴക്കുകയും ഒക്കെ തന്നെ ചെയ്തതും അത് സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ചെയ്തത്. ഒപ്പം ഈ ഗണപതി ക്ഷേത്രത്തിന് മുൻവശത്ത് നിലയുറച്ച SFI പ്രവർത്തകർക്ക് നേരെ ഈ ജലപീരങ്കി പ്രയോഗിച്ചു എന്നുള്ളതാണ് ആക്ഷേപം. ആ സമയമാണ് A റഹീം MP ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തുകയും ഈ പ്രതിരോധം തീർക്കുകയും ചെയ്തത്. അപ്പോൾ MPക്ക് നേരെ ഉൾപ്പെടെ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി പോലീസിന്റെ നടപടി എന്നുള്ളതാണ് A റഹീം MP ഉൾപ്പെടെ പറഞ്ഞത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ സംഘർഷമാണ് നമ്മൾ കണ്ടത്. നാളെ വലിയ പ്രതിഷേധം കാണാനിരിക്കുന്നു. SFI സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുവാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസ് വാഹനങ്ങളൊക്കെ തന്നെ ഇവിടുന്ന് പോകുന്നു എങ്കിൽ പോലും പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ സംഘർഷാവസ്ഥ എന്തായാലും സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. അനൂപ, എന്തായാലും സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ട് ഉണ്ടെങ്കിൽ പോലും നാളെ SFI സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുകയാണ്. ഇന്ന് ഈ കേരള യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആഹ്ലാദ പ്രകടനങ്ങൾക്കിടെയാണ് ഇങ്ങനെ പാളയത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിയുന്നതും അത്തരത്തിലൊരു ആക്രമണ സ്വഭാവത്തിലേക്ക് പോകുന്നത്. അത് ചെറിയ രീതിയിലല്ല, വലിയ രീതിയിലേക്ക് കലാശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ റിനു അവിടെ നിന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ റോഡ് നമുക്ക് കാണാൻ സാധിക്കും. യുദ്ധ സമാനമാണ്. അതായത് ഫ്ലെക്സുകൾ കീറിയെറിഞ്ഞിരിക്കുന്നു, ഒരുപാട് കല്ലുകൾ റോഡിൽ കിടക്കുന്നുണ്ട്, ചെരുപ്പുകൾ കിടക്കുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു അതിക്രമങ്ങൾ ഉണ്ടായി. അത്തരത്തിൽ അങ്ങനെ തന്നെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. 2 ചേരികളിൽ നിന്നുകൊണ്ട് KSU SFI പ്രവർത്തകർ 2 ഭാഗത്ത് നിന്നുകൊണ്ട് പരസ്പരം പോരടിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ ഈ മണിക്കൂറുകളിൽ ഇവിടെ കണ്ടത്. അതിനെ എതിർക്കാനായി പോലീസ് അകത്ത് കയറുന്നു, പോലീസ് തടയാൻ ശ്രമിക്കുന്നു. എന്നാൽ പോലീസിന് സാധിക്കുന്നില്ല. ഒടുവിൽ അവർ ബലം പ്രയോഗിക്കേണ്ടി വരുന്നു, അവിടെ ലാത്തി പ്രയോഗിക്കേണ്ടി വരുന്നു. ഒപ്പം തന്നെ അവിടെ അത്തരത്തിൽ പോലീസ് നടപടികൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ചെറിയ പരിക്കുകൾ അവിടെയുള്ള പ്രവർത്തകർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പരസ്പര ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവിടെയുള്ള പ്രവർത്തകർ, പെൺകുട്ടികളായ പ്രവർത്തകർക്ക് നേരെ, യുവതികൾക്ക് നേരെ പോലും ആക്രമണം ഉണ്ടായെന്ന് KSUവും SFIയും ഒരുപോലെ പറയുന്നുണ്ട്. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളുണ്ട്. ഒപ്പം തന്നെ തലസ്ഥാനത്ത് പാളയത്ത് അവിടെ യുദ്ധസമാനമായ രീതിയിൽ SFI KSU പ്രവർത്തകർ കൊമ്പുകോർത്തു എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിൽ നമ്മൾ കണ്ട കാഴ്ച. ഇപ്പോൾ സമാധാനത്തിന്റെ പാതയിലേക്ക് പോയിരിക്കുന്നു. പോലീസ് മാത്രമാണുള്ളത്. 2 വിഭാഗക്കാരും KSUവും SFIക്കാരും അവിടെ നിന്ന് പിരിഞ്ഞു പോയിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.